ഞാനുരുവാകും മുൻപേ എന്നെ കണ്ടു, ആ ഉള്ളം കരത്തിൽ എന്നെ വരച്ചു. ഞാനുരുവാകും മുൻപേ എന്നെ കണ്ടു. മാനസാന്തരത്തിന്റെ പുതുപടവുകൾ കടന്ന് ക്രിസ്തുവിൽ പുതുസൃഷ്ടികളായവരുടെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കുന്ന മാനസാന്തരത്തിന്റെ പടവുകൾ പ്രോഗ്രാമിൽ ഇന്ന് നാം പരിചയപ്പെടുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി സ്വദേശി സിനു സേവ്യറിന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. ഉന്നതനമുടയവനേ യേശുവേ, മാറാത്ത മിത്രമേ. ക്രൈസ്തവ ഗാനരചയിതാവ്, ഗായകൻ, വർഷിപ്പ് ടീം ലീഡർ, വടക്കേ ഇന്ത്യൻ സുവിശേഷ വയലുകളിൽ സഞ്ചാര സുവിശേഷകൻ എന്ന നിലകളിൽ ക്രിസ്തുവിനു വേണ്ടി പ്രശോഭിക്കുന്ന സിനു സേവ്യർ കഴിഞ്ഞ 10 വർഷമായി സിയോൻ പെന്തക്കോസ്ത് ദൈവസഭ ശുശ്രൂഷകനായി തിരുവനന്തപുരം ജില്ലയിൽ പുന്നക്കാടിന് സമീപം തേരന്നൂരിൽ താമസിച്ച് സുവിശേഷ പ്രവർത്തനം തുടരുകയാണ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് സിനു സേവ്യർ എന്നാണ്. എൻ്റെ സ്വന്തം ദേശം എറണാകുളം ജില്ലയിൽ കളമശ്ശേരി എന്ന സ്ഥലത്താണ്. പ്രത്യേകിച്ച് ഈ ചാനലിലൂടെ എൻ്റെ ജീവിത അനുഭവം, സാക്ഷ്യം അല്പമായി ഷെയർ ചെയ്യുവാൻ സർവകൃപാലുവായ ദൈവം തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ ചാനൽ അല്ലെങ്കിൽ ഈ വിഷ്വല് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ജീവിതത്തിൽ കർത്താവ് തന്ന ചില അനുഭവ സാക്ഷ്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഞാൻ പാടിയതുപോലെ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ ദൈവം കണ്ടു, എന്നെ ദൈവം വിളിച്ചു, വേർതിരിച്ചു. ആ ഒരു അനുഭവം അല്പമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വിശ്വാസത്തിൽ വന്നതിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത് 13 വയസ്സുള്ളപ്പോഴാണ് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ ഇടയായിത്തീർന്നത്. അതിൻ്റെ പിമ്പിൽ കാരണമായിരിക്കുന്ന അനേക കാര്യങ്ങളുണ്ടെങ്കിലും ചുരുക്കമായി ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. ദൈവവചനം ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്, അതിൻ്റെ ഒരു അടയാളമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം പറയുന്നത്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വിടുവിക്കും വരെ തുളച്ച് ചെല്ലുന്നതാണെന്ന്, ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കാൻ ശക്തിയുള്ളതായ ദൈവത്തിൻ്റെ വചനം എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മാതാപിതാക്കളെ ഈ വചനം ആദ്യം സ്പർശിച്ചു. അതിനുശേഷം ഞങ്ങളെ സ്പർശിപ്പാനിടയായി തീർന്നു. കത്തോലിക്ക വിശ്വാസത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എന്നാൽ എൻ്റെ ശൈശവ കാലങ്ങളിലൊന്നും യേശുവുമായിട്ടൊരു ബന്ധമോ അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നു എന്നുള്ളതല്ലാതെ അതിൽ കവിഞ്ഞ് ദൈവവചനം ചെറുപ്പകാലങ്ങളിൽ 13 വയസ്സിൻ്റെ അകത്ത് വായിക്കുവാനോ യേശുവുമായിട്ടൊരു ബന്ധമോ ഒന്നും ഇല്ലാത്തൊരു ജീവിതത്തിലാണ്, അങ്ങനൊരു ജീവിത സാഹചര്യത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എന്നാൽ 13 വയസ്സ് പ്രായമുള്ള ആ സമയത്ത് ദൈവത്തിൻ്റെ പ്രത്യേക ഒരു സമയമായപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവിക വിളിയും എൻ്റെ പിമ്പിലുണ്ടായിരുന്നത് കൊണ്ട് വാസ്തവത്തിൽ ആ ഒരു പ്രായത്തിലാണ് യഥാർത്ഥത്തിലുള്ള ദൈവവചനം എന്താണെന്ന് മനസ്സിലാക്കാനും പഠിക്കുവാനും ഇടയായി തീർന്നത്. അതിൻ്റെ പിമ്പിലൊരു സാഹചര്യം ഉണ്ടായത് എന്തെന്നാൽ, എൻ്റെ അമ്മയുടെ സഹോദരനും കുടുംബവും അവർ കണ്ണൂർ ജില്ലയിൽ താമസിച്ചു വരവേ ഞങ്ങളുടെ നാട്ടിൽ എറണാകുളത്ത് ഒരു സ്കൂൾ അവധിക്ക് നാട്ടിൽ വന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ആലയത്തിൽ ചർച്ചിൽ പ്രാർത്ഥിക്കാനായി കടന്നു പോകണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞങ്ങൾ ഈ വിശ്വാസത്തിലൊന്നും അല്ലായിരുന്നു.
എന്നാൽ ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ കൂടെ എൻ്റെ ഫാദർ, എൻ്റെ പിതാവ്, അവരുടെ കൂടെ ഒരു ചർച്ചിൽ കൂടെ വഴി കാണിക്കാൻ വേണ്ടി കടന്നുപോയതാണ്. എന്നാൽ ആ സ്ഥാനത്ത് അന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഭവനത്തിൽ മടങ്ങി വരുവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്തു. അപ്പോൾ ആ സമയങ്ങളിൽ എൻ്റെ പിതാവ് 3 ന്യൂ ടെസ്റ്റ്മെൻറ്റ് ബൈബിൾ, ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ എനിക്ക് കിട്ടിയ 3 ന്യൂ ടെസ്റ്റ്മെൻറ്റ് ബൈബിൾ വീട്ടിലുണ്ടായിരുന്നു. അത് ചില തെറ്റിദ്ധാരണയുടെ പുറത്ത് ഈ ബൈബിൾ പെന്തക്കോസ്തുകാരുടെ ബൈബിളാണെന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ട് 3 ബൈബിൾ കത്തിച്ചു കളഞ്ഞു. ഈ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ വിശ്വാസത്തിൽ വരാൻ കാരണമായി തീർന്നത്. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വചനം കത്തിച്ച, അല്ലെങ്കിൽ അതിനെ മോശമായി കൈകാര്യം ചെയ്ത ഞങ്ങളെ ദൈവം ശിക്ഷിക്കേണ്ടതിന് പകരം ഞങ്ങളോട് ദൈവം കൃപ ചെയ്തതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഏത് ബൈബിൾ കത്തിച്ചുവോ അതേ ബൈബിള് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ രക്ഷയ്ക്ക് കാരണമായി തീരുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ വചനത്തിന് ഇന്നും ജീവനുണ്ട് എന്ന് പറയാൻ കാരണം. എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ് ഇതിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. വാസ്തവത്തിൽ എൻ്റെ ഫാദർ ബൈബിൾ കത്തിച്ചു, അങ്ങനെയൊക്കെ ഒരു അനുഭവം ആയിരുന്നെങ്കിലും പിന്നീട് ദൈവത്തിൻ്റെ വചനം കൂടുതൽ വായിക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. മാത്രമല്ല, എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് ഏകദേശം ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിപ്പാൻ ഇടയായി തീർന്നത്. ആ അനുഭവം പ്രാപിച്ച അന്ന് മുതൽ പിന്നീട് അങ്ങോട്ട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം വായിക്കുവാനും പഠിക്കുവാനുമൊക്കെയും ദൈവം എന്നെ സഹായിച്ചു. ആ ഒരു കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ശരിക്കും മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ സഹായിച്ചു. വാസ്തവത്തിൽ ഞങ്ങൾ ജനിച്ചു വളർന്ന സഭകളിലൊന്നും യഥാർത്ഥത്തിലുള്ള വചന പഠനമോ ഉപദേശങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ദൈവവചനം പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ദൈവമായ കർത്താവ് സഹായിച്ചു. ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ദൈവം സഹായിച്ച് ലഭിക്കുവാനിടയായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ചെറുപ്രായത്തിൽ, ഞാനൊരു 13 വയസ്സ് എൻ്റെ ഹൈസ്കൂൾ സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന ആ കാലത്തിൽ എനിക്ക് ചെറുപ്പത്തിലെ ഭയങ്കര ഞാൻ സംസാരിക്കാൻ കഴിവില്ലാത്തവനായിരുന്നു, വിക്കനായിരുന്നു. ഒരു കാര്യം വേണ്ടതുപോലെ സംസാരിക്കാനോ ഒന്നും കഴിവില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഞാൻ ഇരിക്കുന്ന ആ സമയത്ത് എൻ്റെ ഫാദർ വിശ്വാസത്തിൽ വന്ന സമയത്ത് ഞങ്ങളെല്ലാം, വീട്ടിലുള്ളവരെല്ലാം ആദ്യം ഭയങ്കര എതിർപ്പായിരുന്നു. എൻ്റെ മാതാവ്, എൻ്റെ സഹോദരങ്ങളെല്ലാം ആദ്യം അതിനെ ശക്തമായി എതിർത്തു. ഞങ്ങൾ പഠിച്ചു വന്ന ആ സാഹചര്യത്തിൻ്റെ കാര്യങ്ങൾക്കെതിരായിട്ടുള്ള വിശ്വാസമാണെന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ട് അതിനെ എല്ലാം എതിർത്തുവെങ്കിലും പിന്നീട് ദൈവവചനം വായിച്ചപ്പോൾ, ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇതാണ് യഥാർത്ഥത്തിലുള്ള സത്യമെന്ന് തിരിച്ചറിയാൻ കാരണമായി. അങ്ങനെ വിശ്വാസത്തിൽ വന്ന കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് ഒരു മാസയോഗത്തിൽ പങ്കെടുക്കുവാൻ, അതായത് ചർച്ച് ഓഫ് ഗോഡ് ദൈവസഭയുടെ പെരുമ്പാവൂര് നടക്കുന്ന ഒരു മാസയോഗത്തിൽ, അന്ന് താൻ ഒറ്റയ്ക്കാണ് വിശ്വാസത്തിൽ, അന്ന് പങ്കെടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് എന്നോട് ഇപ്രകാരം ഒരു കാര്യം പറഞ്ഞു: ഞാൻ നിന്നെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു എന്ന് 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു. വാസ്തവത്തിൽ എനിക്കത് ഒട്ടും ഇഷ്ടം തോന്നിയില്ല, ഒട്ടും താല്പര്യം തോന്നിയില്ല. ഞാനത് കേട്ടപ്പോൾ പിതാവിനോട് ഇഷ്ടക്കേടായി സംസാരിച്ചു. എന്നെ എന്തിന് സമർപ്പിച്ചു, എന്നെ എന്തിന് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടക്കേടൊക്കെ ഞാൻ പറഞ്ഞു. എന്നാൽ പിന്നീട് എൻ്റെ ഫാദർ പറഞ്ഞു, നിനക്കിഷ്ടമില്ലെങ്കിൽ വേണ്ട, എങ്കിലും ഞാൻ നിനക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ചില നാളുകൾ കഴിഞ്ഞു. എൻ്റെ ഫാദർ ശ്വാസം മുട്ടലിൻ്റെ അസുഖത്താൽ വളരെയധികം ആ സമയത്ത് ഭാരപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു സമയത്ത് ഈ ശ്വാസം മുട്ടൽ കൂടുന്ന ഒരു അവസരത്തിൽ എൻ്റെ ഫാദറിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എൻ്റെ അമ്മയും ഹോസ്പിറ്റൽ ഫാദറിൻ്റെ കൂടെ ആയിരുന്നു. അങ്ങനെ ക്രമേണ ഞങ്ങൾ 3 മക്കളാണ് വീട്ടിൽ. ഞാൻ വീട്ടിലെ ഏറ്റവും ഇളയ മകനാണ്.
എനിക്ക് 2 ചേട്ടന്മാരാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ 3 സഹോദരങ്ങൾ, 3 ചേട്ടനനിയന്മാരുകൂടെ ചർച്ചിൽ ആരാധനയ്ക്കായി കടന്നുപോയി. സഭായോഗത്തിൻ്റെ പ്രസംഗത്തിൻ്റെ അതിൻ്റെ സമാപന സമയത്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ദൈവദാസൻ ഇപ്രകാരം ചോദിച്ചു, നിങ്ങളിൽ ഇനി ആർക്കെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ ജലത്തിൽ സാക്ഷിയാകുവാൻ അഥവാ സ്നാനപ്പെടുവാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്താം, നിങ്ങൾക്ക് മുമ്പോട്ട് വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ഓൾട്ടർ കോളിൻ്റെ ലാസ്റ്റ് എൻ്റെ 2 ചേട്ടന്മാരും മുൻപോട്ട് കടന്നു വന്ന് സ്നാനത്തിനായി സമർപ്പിച്ചു. അപ്പോൾ എനിക്കും ഒരു ആഗ്രഹമുണ്ടായി, സ്നാനപ്പെടണം, ജലത്തിൽ യേശുവിനെ സാക്ഷീകരിക്കണമെന്ന് ഒരാഗ്രഹമുണ്ടായി. അങ്ങനെ ഞാനും മുൻപോട്ട് കടന്നു ചെന്നപ്പോൾ ദൈവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിച്ച അവസാനം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ തലയിൽ കൈവച്ച് ആദ്യമായിട്ടൊരു ദൈവ ആലോചന ഞാൻ ആദ്യമായിട്ട് അന്ന് കേൾക്കുന്നത്. എനിക്ക് വേണ്ടി അന്ന് പ്രാർത്ഥിച്ച ദൈവദാസൻ കർത്താവിൽ പ്രസിദ്ധനായ ഫെയ്ത്ത് സിറ്റി ചർച്ചിൻ്റെ സീനിയർ പാസ്റ്ററായിരുന്ന പാസ്റ്റർ PR ബേബി. ഇന്ന് അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുന്നു. എൻ്റെ തലയിൽ കൈവച്ച് ആദ്യം എന്നോടൊരു പ്രവചന ശബ്ദമായി ഞാൻ കേട്ട കാര്യം എങ്ങനെയാണ്, നീ ഒരു ദൈവദാസനായി തീരും എന്നാണ് ഞാൻ ആദ്യമായിട്ടൊരു പ്രവചന ദൂത് കേൾക്കുന്നത്. അന്ന് എന്നോട് ദൈവിക ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഒത്തിരി ആലോചനകൾ, കാര്യങ്ങൾ പാസ്റ്റർ സംസാരിപ്പാനിടയായി. എനിക്കത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ ദൈവസന്നിധി സമർപ്പണ ബോധമുണ്ടായി. ഞാൻ കരഞ്ഞ് ദൈവസന്നിധി സമർപ്പിച്ചു. അപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഹിതമാണ് ഞാൻ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെടണമെന്നുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ ആ പ്രായത്തിൽ 13 വയസ്സ് പ്രായമുള്ളപ്പോൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഇടയായി. പിന്നീട് ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ദൈവവചനം പിന്നീട് അഭ്യസിക്കാനൊക്കെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. പക്ഷേ എങ്കിലും എനിക്ക് ആ സമയത്ത് ഒരു പൂർണ്ണമായൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. എനിക്കെങ്ങനെ ഒരു ദൈവിക ശുശ്രൂഷയിലൊക്കെ ആയിത്തീരാൻ കഴിയും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. കാരണം എനിക്കങ്ങനെ സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ. മറ്റ് പാസ്റ്റർമാർ പ്രസംഗിക്കുന്നത് പോലെ പ്രസംഗിക്കണമെങ്കിൽ നന്നായിട്ട് സംസാരിക്കണം, അങ്ങനെയൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ദൈവത്തിൻ്റെ വചനം യിരെമ്യാ പ്രവചനത്തിൽ 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ഗർഭപാത്രത്തിൽ നിന്ന് നീ പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ബാലനെന്ന് നീ പറയരുത്, സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ എന്ന് നീ പറയരുത്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞതുപോലെ എൻ്റെ ആ ചെറുപ്രായത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ശബ്ദം കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ ചെയ്തു. അങ്ങനെ ഒരു അടിസ്ഥാനത്തിൽ എൻ്റെ യൗവനപ്രായത്തിൽ മുതൽ യേശുവിനെ അറിയുവാനും യേശുവിന് വേണ്ടി ജീവിക്കുവാനും സർവശക്തനായ ദൈവം എനിക്ക് കൃപ ചെയ്തു. അങ്ങനെ എൻ്റെ 13-ാമത്തെ വയസ്സിൽ എനിക്ക് സ്നാനപ്പെടുവാൻ, കർത്താവിനെ ജലത്തിൽ സ്വീകരിപ്പാൻ ദൈവമായ കർത്താവ് കൃപ ചെയ്തു. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് എൻ്റെ വിദ്യാഭ്യാസ കാലങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ദൈവവചനം മറ്റ് സ്ഥലങ്ങളിൽ, കേരളത്തിന് അകത്തും കേരളത്തിന് പുറത്തുമായിട്ട് പല സ്ഥലങ്ങളിൽ ദൈവവചനം അഭ്യസിപ്പാൻ ദൈവം കൃപ ചെയ്തു. പാരമ്പര്യ ക്രൈസ്തവ സഭാ വിശ്വാസത്തിൽ നിന്നും ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച നാൾ മുതൽ സുവിശേഷ പ്രവർത്തകനായി ജീവിതം തുടരുന്ന സിനു സേവ്യർ ക്രൈസ്തവ ഗാനരചയിതാവ്, ഗായകൻ, സുവിശേഷ പ്രഘോഷകൻ എന്നീ നിലകളിൽ സുവിശേഷ വേലകളിൽ സജീവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വചനത്തിന് ജീവനും ശക്തിയുമുണ്ട്. കാരണം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അറിവില്ലായ്മയുടെ കാലഘട്ടങ്ങളിൽ കത്തിച്ചു കളഞ്ഞുവെങ്കിലും അതേ ദൈവവചനം പഠിക്കാൻ ദൈവം ഭാഗ്യം തന്നു. മാത്രമല്ല ദൈവവചനം പ്രസംഗിക്കാനും ദൈവവചനം വായിക്കുവാനൊക്കെ ഉള്ള ഭാഗ്യം ദൈവം തരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ പ്രാപിപ്പാൻ കർത്താവ് സഹായിച്ചു. ദൈവത്തിൻ്റെ വചനത്തിന്, എഴുതപ്പെട്ട വചനത്തിന് ഇന്നും ജീവനുണ്ട്. ഇന്നും ഞാൻ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ട്.
ഒരു കാലഘട്ടത്ത് എൻ്റെ പിതാവ് ബൈബിൾ കത്തിച്ചെങ്കിലും പിന്നീട് ബൈബിള് കൂടുതൽ വായിക്കാനും വചനത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ ദൈവശബ്ദം കേൾക്കുവാനും ഇടയായിത്തീർന്നു. അതുപോലെ ഇന്നും എൻ്റെ ജീവിതത്തിലും അനേക കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം എന്നോട് സംസാരിക്കാറുണ്ട്. അതെല്ലാം വിശദമായി പറയുന്നില്ല, എങ്കിലും ചുരുക്കി പറയട്ടെ. ആ കാലഘട്ടങ്ങളിൽ ഞാൻ എൻ്റെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ദൈവവചന പഠനത്തിന് ശേഷം കുറച്ച് നാൾ എൻ്റെ പിതാവിനെയും മാതാവിനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ജോലി ചെയ്യേണ്ടതായിട്ട് വന്നു. ടാറ്റ ടെലി സർവീസസ് ലിമിറ്റഡ് അഥവാ ടാറ്റ ഡോകോമോ എന്ന ടെലികോം കമ്പനിയിൽ ഏകദേശം 4 വർഷത്തോളം ഞാൻ ജോലി ചെയ്തു. ആ സമയത്ത് ദൈവത്തിൻ്റെ വേല ഫുൾ ടൈമായിട്ട് ചെയ്യണം, സുവിശേഷ വേല ഫുൾ ടൈമായി ചെയ്യണമെന്ന ആഗ്രഹത്തോടെ ഞാൻ ചെയ്തു വന്നിരുന്ന ജോലി ഫുൾ ടൈമായിട്ട് ചെയ്യുന്നതിന് വേണ്ടി ജോലി റിസൈൻ ചെയ്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ, അതാരുടെയും പരപ്രേരണ കൊണ്ടല്ല, ആരും പറഞ്ഞിട്ടല്ല, ദൈവം എന്നോട് ഇടപെട്ടതുകൊണ്ട്, വചനത്തിലൂടെ സംസാരിച്ചതുകൊണ്ട് ആ ഒരു ഉത്തമ ബോധ്യം, ഞാൻ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്, ദൈവവേല ചെയ്യേണ്ട ഒരു വ്യക്തിയാണെന്നുള്ള തിരിച്ചറിവ് എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് കുറേ അധികം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം, ദൈവത്തിൻ്റെ വേല ചെയ്യണം എന്ന ഒരാഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഫുൾ ടൈമായിട്ട് 2013 ദൈവവേലയ്ക്ക് വേണ്ടി ഫുൾ ടൈമായിട്ട് ജോലി റിസൈൻ ചെയ്ത് 2014 തിരുവനന്തപുരം ജില്ലയിൽ കർത്താവിൻ്റെ വേലയോടനുബന്ധിച്ച് കടന്നു വരുവാനിടയായിത്തീർന്നു. എന്നെ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ആത്മീയമായി കരം പിടിച്ച് നടത്തിയ, എന്നെ ആത്മീയമായി ഒത്തിരി പ്രോത്സാഹനം ശുശ്രൂഷയിൽ തന്ന ഒരു ദൈവദാസനാണ് പാസ്റ്റർ PR ബേബി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്നെ സ്നാനപ്പെടുത്തിയത് ആ ദൈവദാസനാണ്. എന്നെ ആത്മീകമായ ശുശ്രൂഷയിൽ ഒത്തിരി കൈപിടിച്ച് നടത്തിയത്, എന്നെ എൻ്റെ ആരംഭകാലത്ത് ഒത്തിരി ശുശ്രൂഷയിൽ കൈത്താങ്ങിയത് ദൈവദാസനാണ്. അങ്ങനെ ഒരിക്കൽ തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു സ്ഥലത്ത് ഒരു ചർച്ചിൽ ദൈവസഭയിൽ സഭായോഗം നടത്തുവാൻ, ഒരു 3 ആഴ്ചത്തേക്ക് സഭായോഗം നടത്തുവാനാണ് ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ ഒരു മിനിസ്ട്രിക്കായിട്ട് കടന്നു വരുന്നത്. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ വന്നു. ഞാൻ ജോലിയൊക്കെ റിസൈൻ ചെയ്തിരിക്കുന്ന സമയമാണ്. അങ്ങനെ 3 ആഴ്ചത്തേക്ക് വേണ്ടി വന്ന എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് 10 വർഷത്തിലധികമായിട്ട് തിരുവനന്തപുരത്ത് ഞങ്ങൾ കുടുംബമായി താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കൃപ ധാരാളമായി ഓരോ ദിവസവും അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വേലയോടനുബന്ധിച്ച് ഒത്തിരി അനുഭവ സാക്ഷ്യങ്ങൾ ഇതിനോടകം ദൈവം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ഇതിൻ്റെ ഇടയിൽ ദൈവം എനിക്ക് അനേക സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, ദൈവവചനം പ്രസംഗിക്കാൻ, മാത്രമല്ല ദൈവം എനിക്ക് തന്നൊരു താലന്താണ് ഗാനങ്ങൾ ആലപിക്കുവാൻ. ദൈവം തന്ന താലന്ത് അനേക സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ ഉയർത്തുവാൻ, പാട്ടുകൾ പാടുവാൻ, പ്രത്യേകിച്ച് അനേക വേദികളിൽ എനിക്ക് അർഹതയില്ലാത്ത സ്ഥാനങ്ങളിൽ അനേക സ്ഥലങ്ങളിൽ പല പ്രശസ്തന്മാരോടൊപ്പം പാട്ടുകൾ പാടാനും ചില പാട്ടുകൾ എഴുതുവാനും ഈ അവസരത്തിൽ എനിക്ക് ദൈവം തന്ന ആ അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരു കാലത്ത് ഇതിനൊന്നിനും അർഹതയില്ലാതിരുന്ന സ്ഥാനത്ത്, ഇതിനൊന്നിനും യോഗ്യതയില്ലാതിരുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഒരു സാക്ഷിയായിരിക്കാൻ ഞാൻ ഇടയായിത്തീർന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു: ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. വാസ്തവത്തിൽ ഇതിനൊന്നിനും അർഹതയില്ലാതിരുന്ന എൻ്റെ ജീവിതത്തിൽ ദൈവം, ബലഹീനനായിരുന്ന എൻ്റെ മേൽ ദൈവം കൃപ തന്നു, ബലം തന്നു, ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാനുള്ള കൃപ തന്നു. ഇന്ന് ഞാൻ സിയോൻ പെന്തക്കോസ്ത് ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ദൈവസഭയിൽ, തിരുവനന്തപുരത്തുള്ള
ഈ ദൈവസഭയുടെ ഒരു ശുശ്രൂഷകനായി നെയ്യാറ്റിൻകരയ്ക്ക് സമീപം തേരന്നൂർ എന്ന് പറയുന്ന ദേശത്ത് കർത്താവിൻ്റെ വേലയിൽ സഭാ ശുശ്രൂഷയോട് അനുബന്ധിച്ച് ആയിരിക്കുന്നു. ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ നിരവധി സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം പൊതുസ്ഥലങ്ങളിൽ പരസ്യയോഗങ്ങളിൽ ശുശ്രൂഷിക്കുവാനും അതോടൊപ്പം തന്നെ മിഷണറി യാത്രകൾ, മിഷണറി പ്രവർത്തനങ്ങളുമായിട്ട് പല സ്ഥലങ്ങളിൽ കേരളത്തിൻ്റെ അകത്തും കൂടാതെ കേരളത്തിന് പുറത്ത് നോർത്ത് ഇന്ത്യയിലെ അനേക സംസ്ഥാനങ്ങളിൽ മിഷണറിയായിട്ട് കടന്നു പോകുവാനൊക്കെ ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ അതങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ എൻ്റെ യൗവനത്തിൻ്റെ പ്രായത്തിൽ എനിക്ക് ദൈവം ഇങ്ങനെ ഒരു അവസരം തന്നതിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ, എന്നെ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെങ്കിൽ, ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ഒരിക്കൽ അത് ദൈവം നിറവേറ്റും. ഞാൻ എൻ്റെ അറിവില്ലായ്മയുടെ കാലത്ത് എൻ്റെ ഫാദറിനോട് ഈ വിഷയത്തിൽ തർക്കിച്ചു, ഇഷ്ടക്കേടായി സംസാരിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ഉദ്ദേശം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് പിന്നീട് സമയത്ത് എനിക്ക് തിരിച്ചറിയാൻ ദൈവം സഹായിച്ചു. വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 20-25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എങ്ങനെ ആയിരിക്കുമെന്ന് ആണ് അന്ന് ഞാൻ ആദ്യമായിട്ട് സ്നാനപ്പെടാൻ തീരുമാനിക്കുമ്പോൾ ദൈവശബ്ദം കേട്ടത്. അന്നൊരു സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ, ഒരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ എനിക്ക് ഒരിക്കലും മനസ്സിലായില്ല, ഒരിക്കലും ഞാൻ ചിന്തിച്ചിരുന്നില്ല ഇങ്ങനൊരു അവസരത്തിൽ എത്തുമെന്ന്. അപ്പോൾ ഞാൻ പാടിയതുപോലെ ഞാൻ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം എന്നെ കണ്ടു. അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം എന്നെ കണ്ടു. ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി, ദൈവത്തിൻ്റെ വേലയ്ക്കായി ദൈവം എന്നെ വേർതിരിച്ചു. അതുകൊണ്ട് ഇന്ന് അനേക യൗവനക്കാരോട്, അനേക വ്യക്തികളോട് ദൈവത്തിൻ്റെ വചനം പറയാനും, അവരോട് പറഞ്ഞു കൊടുക്കാനും, അവരോട് ഷെയർ ചെയ്യുവാനും, സുവിശേഷം പറയുവാനും ഒക്കെ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടെന്ന് പറയുന്നത് ദൈവവചനമാണ്. ദൈവവചനം വായിക്കാൻ ദൈവം തന്ന ഭാഗ്യമാണ്, അല്ലെങ്കിൽ ദൈവവചനം പഠിക്കാൻ തന്ന ഭാഗ്യമാണ്. ഇന്ന് ഞാനൊരു ശുശ്രൂഷകനായിരിക്കുമ്പോൾ വാസ്തവത്തിൽ നിരവധി ചലഞ്ചുകൾ, നിരവധി വെല്ലുവിളികൾ ജീവിതത്തിന് നേരെ കടന്നു വരാറുണ്ട്. പക്ഷേ അതിനെല്ലാം എനിക്ക് ഓവർകം ചെയ്യാൻ, ജയിക്കാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പഠിക്കുന്നത് കൊണ്ടും അത് വചനം വായിക്കുന്നത് കൊണ്ടാണ്. വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരം പറയുന്നു: ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഒരു കൂട്ടർക്ക് ദൈവവചനം ഒരു ഭോഷത്വമാണ്, അവരതിനെ കളിയാക്കുമ്പോൾ, നാം വിശ്വസിക്കുമ്പോൾ, നമ്മളത് സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്കത് ശക്തിയായി, അനുഗ്രഹമായി മാറുന്നു. ഒന്ന്, ഞാൻ എൻ്റെ യൗവന പ്രായത്തെക്കുറിച്ച് പറഞ്ഞു. കൂടാതെ യൗവനപ്രായത്തിൽ എന്നെ കർത്താവിൻ്റെ വചനം എന്നെ സ്വാധീനിച്ചതിനെക്കുറിച്ച് പറഞ്ഞു. കൂടാതെ എൻ്റെ ഇപ്പോഴത്തെ മിനിസ്ട്രിയുടെ കാര്യത്തെക്കുറിച്ച് പറയുവാനിടയായി. ഞാൻ എൻ്റെ ഫാമിലിയെക്കുറിച്ചും കൂടി ഒരു വാക്ക് പറഞ്ഞ് വാക്കുകൾ ചുരുക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിവാഹിതനാണ്. എൻ്റെ വൈഫിൻ്റെ പേര് അഡോണി. എൻ്റെ മൂത്ത മകൻ യോഹാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇളയ മകൻ്റെ പേര് ജുവാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ വൈഫിൻ്റെ മാതാവ് പേര് ലില്ലി. അങ്ങനെ കുടുംബമായി ഞങ്ങൾ കർത്താവിൻ്റെ വേലയിൽ ഇപ്പോൾ സിയോൻ പെന്തക്കോസ്ത് ദൈവസഭയിലായിരിക്കുന്നു. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ കർത്താവ് ഇതിൻ്റെ ഇടയിൽ ചെയ്യുവാനിടയായി തീർന്നു. ഇതെല്ലാം ചുരുക്കത്തിൽ പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനൊരു അവസരം, എൻ്റെ ജീവിത അനുഭവം മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തു എൻ്റെ രക്ഷിതാവും എൻ്റെ കർത്താവുമാണ്. യേശുവാണ് എൻ്റെ ജീവിതത്തെ ഇങ്ങനെ മോൾഡ് ചെയ്തെടുത്തത്. ചെറുപ്പകാലത്ത് 13 വയസ്സുള്ളപ്പോൾ യേശുവിനെ അറിയാനിടയായ എൻ്റെ ജീവിതത്തെ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷിയായിട്ട് അവതരിപ്പിക്കാൻ സർവകൃപാലുവായ ദൈവം ഈ ചാനലിലൂടെ, ഈ ഒരു വിഷ്വൽ മാധ്യമത്തിലൂടെ ദൈവം എനിക്ക് തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് എന്നെ ശ്രദ്ധിക്കുന്ന, എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹവന്ദനവും നന്ദിയും അറിയിക്കുന്നു. നിങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ
അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മളെ കണ്ട, നമ്മൾ ആരായിരിക്കണമെന്ന് നമ്മളെ കാണുന്ന, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വലിയ പദ്ധതികളുള്ള ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുക. യേശുവിന് വേണ്ടി സമർപ്പിച്ച് നല്ലൊരു ക്രിസ്തീയ ജീവിതം, നല്ല ഒരു വിശ്വാസ ജീവിതം, ദൈവവചനം വായിക്കുക, ദൈവവചനം പഠിക്കുക, ദൈവവചനത്തിൻ്റെ സാക്ഷിയായി വക്താവായി തീർന്ന് ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നിങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് വാക്കുകൾ ചുരുക്കുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഏകാന്തതയാൽ ഞാൻ കരഞ്ഞപ്പോൾ കൂട്ടിനായി നാഥൻ താനറിഞ്ഞ ദൈവത്തിനു വേണ്ടി ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച ക്രിസ്തുവിനു വേണ്ടി ഭാര്യ അഡോണിക്കും മക്കളായ യോഹാൻ, യുവാൻ എന്നിവർക്കുമൊപ്പം കുടുംബമായി സുവിശേഷ വേലയിൽ വ്യാപൃതനായിരിക്കുന്ന തേരന്നൂർ സിയോൻ പെന്തക്കോസ് ദൈവസഭാ ശുശ്രൂഷകൻ സിനു സേവ്യറിന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവെച്ചുകൊണ്ട് മാനസാന്തരത്തിന്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. മാറോടണയ്ക്കുവാൻ സൗഖ്യമേകാൻ വേദനയാൽ മനം തകർന്നിടുമ്പോൾ രോഗങ്ങളാൽ മേനി തളർന്നിടുമ്പോൾ വേദനയാൽ മനം തകർന്നിടുമ്പോൾ രോഗങ്ങളാൽ മേനി തളർന്നിടുമ്പോൾ യേശുവിൻ സ്നേഹം എന്നരികെ വന്നിടും. മാറോടണയ്ക്കുവാൻ സൗഖ്യമേകാൻ യേശുവിൻ സ്നേഹം എന്നരികെ വന്നിടും. മാറോടണയ്ക്കുവാൻ സൗഖ്യമേകാൻ വേദനയാൽ മനം